കർണാടകയിൽ മുഖ്യമന്ത്രിയായ ഡി.കെ. ശിവകുമാർ വൈകിട്ട് 4:05 സത്യപ്രതിജ്ഞ ചെയ്യും. അവസാന മണിക്കൂറിലും ഉപമുഖ്യമന്ത്രിമാരുടെയും മന്ത്രിമാരുടെയും പൂർണ്ണ പട്ടിക പുറത്തു വന്നിട്ടില്ല. സ്ഥാനമേറ്റെടുക്കുന്നതിന് മുന്നോടിയായി നിലവിലെ മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ വീട്ടിലെത്തി നിയുക്ത മുഖ്യമന്ത്രി ശിവകുമാർ കണ്ടു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി, കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ, കോൺഗ്രസ് മുഖ്യമന്ത്രിമാരായ വി.ഡി. സതീശൻ, രേവന്ത് റെഡ്ഡി, സുഖ്വീന്ദർ സിംഗ് എന്നിവരും സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കും. കിരൺ, മന്ത്രിമാരെ നിശ്ചയിക്കണം. എത്ര ഉപമുഖ്യമന്ത്രിമാരുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ നിശ്ചയം വേണം. അതൊക്കെ എപ്പോഴേക്ക് ഉണ്ടാകും? രഞ്ജിത്ത്, ആ കാര്യത്തിലൊക്കെ തീരുമാനം വന്നു കഴിഞ്ഞു. മുഖ്യമന്ത്രിയും ഉപമുഖ്യമന്ത്രിയും അടക്കം 14 പേരാണ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ലിസ്റ്റ് ഈ അവസാന നിമിഷത്തിലാണ് പുറത്തു വന്നത്. മുഖ്യമന്ത്രിയായ ഡി.കെ. ശിവകുമാർ ഇന്ന് വൈകുന്നേരം 4:05 സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. ലോക് ഭവനിൽ ആണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. ഗവർണർ താവർചന്ദ് ഗെഹ്ലോട്ടാണ് സത്യവാചകം ചൊല്ലിക്കൊടുക്കുക. അവിടെ ഗ്ലാസ് ഹൗസിൽ നടക്കുന്ന ചടങ്ങിൽ മുഖ്യമന്ത്രിയായി ഡി.കെ. ശിവകുമാർ സത്യപ്രതിജ്ഞ ചെയ്യും. ഉപമുഖ്യമന്ത്രിയായി ജി. പരമേശ്വരയും സത്യപ്രതിജ്ഞ ചെയ്യും. അതോടൊപ്പം മറ്റ് 12 പേർ മന്ത്രിമാർ കൂടിയാവും. കെ.എച്ച്. മുനിയപ്പ, കെ.ജെ. ജോർജ്, എം.ബി. പാട്ടീൽ, രാമലിംഗ റെഡ്ഡി, സതീഷ് ജാരകിഹോളി, കൃഷ്ണ ബൈരഗൌഡ, പ്രിയങ്ക് ഖാർഗെ, ഈശ്വർ ചന്ദ്രെ, യതീന്ദ്ര സിദ്ധരാമയ്യ, ഭൈരതി സുരേഷ്, ചരൺ പ്രകാശ് പാട്ടീൽ ഇത്രയും പേരാണ് മന്ത്രിമാരാവുന്നത്. മലയാളികളായ കെ.ജെ. ജോർജും യു.ടി. ഖാദറും മന്ത്രിമാരാവുന്നു എന്നത് മലയാളികളെ സംബന്ധിച്ച് ഒരു വലിയ സന്തോഷവും കൗതുകവും ഒക്കെ നിറഞ്ഞ വാർത്തയാണ്. എന്തായാലും കർണാടകയിൽ ഒരു ഭരണമാറ്റം സംഭവിച്ചിരിക്കുകയാണ്. 2.5 വർഷം വീതമാണ് മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് സിദ്ധരാമയ്യയ്ക്കും ഡി.കെ. ശിവകുമാറിനും ഉണ്ടായിരുന്ന ധാരണയെന്നാണ് അന്ന് പുറത്തു വന്ന വിവരങ്ങൾ. എന്നാൽ 2.5 വർഷത്തിന് ശേഷം അത്തരമൊരു ഭരണമാറ്റം ഉണ്ടായില്ലെങ്കിലും ഇപ്പോൾ അങ്ങനെ ഒരു ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നു. കഴിഞ്ഞ ഒരാഴ്ചയായി നടന്ന ചർച്ചകൾക്കൊടുവിലാണ് ഈ ഭരണമാറ്റത്തിന് സിദ്ധരാമയ്യ സമ്മതിച്ചത്. ഹൈക്കമാൻഡുമായി നടത്തിയ ചർച്ചകൾക്കൊടുവിൽ സമ്മതിച്ച് അദ്ദേഹം രാജിക്കത്ത് നൽകി. ഇന്ന് വൈകുന്നേരം 4:05 നടക്കുന്ന ചടങ്ങിൽ ഡി.കെ. ശിവകുമാർ അവിടെ മുഖ്യമന്ത്രിയായി അധികാരമേൽക്കും. കേരള മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അടക്കം രേവന്ത് റെഡ്ഡി അടക്കമുള്ള കോൺഗ്രസ് ഭരിക്കുന്ന സാഹചര്യം കർണാടകയിലും അധികാരമാറ്റം ഉണ്ടാകുന്നു എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.